എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴുത്ത മാങ്ങ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ, അപ്പോൾ ഈ മാങ്ങ കഴിയുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഹൽവ തയ്യാറാക്കി നോക്കണേ. വളരെ എളുപ്പമാണ് ഈ ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഹൽവ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത 2 മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇത് 1 കിലോ മാമ്പഴമാണ്. അപ്പോൾ ഹൽവക്ക് വേണ്ടി നമ്മൾ മാമ്പഴം എടുക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നല്ല പഴുത്ത മാമ്പഴം ആയിരിക്കണം, അതുപോലെ തന്നെ നല്ല മധുരം ഉണ്ടായിരിക്കണം. മാത്രമല്ല നാരില്ലാത്ത മാമ്പഴം ആയിരിക്കണം നമ്മൾ ഹൽവക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. മാമ്പഴത്തിന്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. 2 മാങ്ങയും തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മാങ്ങ ഇപ്പോൾ കടകളിൽ ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ബങ്കനപ്പള്ളി മാങ്ങ എന്നാണ് ഈ മാങ്ങക്ക് അറിയപ്പെടുന്നത്. ഇനി കട്ട് ചെയ്ത ഈ മാമ്പഴം ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഇതാ മിക്സിയിലെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. വലിയ ജാറായതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തത്. നിങ്ങളത് ചെറുതാണെങ്കിൽ 2 തവണയായിട്ട് അരച്ചെടുക്കണം. ഇനി മാങ്ങ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. മാങ്ങ ഇതാ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മാമ്പഴത്തിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്നുകൂടി അരച്ചെടുത്തിട്ട് വരാം. കോൺഫ്ലോറും കൂടി ചേർത്ത ശേഷം നല്ല പോലെ ഒന്നുകൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കോൺഫ്ലോർ മാമ്പഴത്തിന്റെ കൂടെ തന്നെ അരച്ചെടുക്കുമ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ട് വരും. ഇനി മാമ്പഴം കൊണ്ട് നമുക്ക് ഹൽവ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം കുറച്ച് കാഷ്നട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ചെറിയൊരു കടായി ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ല പോലെ ചൂടായ ശേഷം ഇതിലേക്ക് 50 ഗ്രാമോളം ഞാൻ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഹൽവ ആക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് പാത്രത്തിന്റെ എല്ലാ വശത്തും എത്തുന്ന രീതിയിലൊന്ന് തടവി കൊടുക്കാം. അപ്പോൾ ഹൽവ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്നും ഇളകി പോരും. ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളൊന്ന് വിതറി കൊടുക്കാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് കൂടി വെച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പും പിസ്തയും ഒക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കുമ്പോൾ അത് കടിക്കാനും കിട്ടും, അത് കാണാനും നല്ലൊരു ഭംഗിയാണ്. ഇതുപോലെ വിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഹൽവ സെറ്റ് ചെയ്യേണ്ട പാത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഹൽവ റെഡിയാക്കി എടുക്കാം. ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം അടി കട്ടിയുള്ള പാത്രമാണ് വേണ്ടത്. ഞാൻ ഇവിടെ ഒരു കടായി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര അങ്ങനെ നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല, ഒന്ന് അലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. 1 കിലോ മാങ്ങക്ക് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്ത മാമ്പഴം നല്ല മധുരമുള്ള മാമ്പഴമാണ്. അപ്പോൾ 1 കപ്പ് പഞ്ചസാര കറക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ മാമ്പഴം മധുരം കുറഞ്ഞതാണെങ്കിൽ 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ ചേർക്കാവുന്നതാണ്. പഞ്ചസാര നല്ല പോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മാമ്പഴം ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ ആ ലായനിയും അതുപോലെ തന്നെ മാമ്പഴവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലായിരിക്കണം. കുറുകി വരുന്നവരെ കൈയെടുക്കാതെ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ആദ്യമേ അരക്കുന്ന സമയത്ത് തന്നെ കോൺഫ്ലോർ എല്ലാം ചേർത്ത് കൊടുത്തതാണല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. ഞാനിവിടെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ആ 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതാ കുറച്ചൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല പഴുത്ത മാങ്ങയും അതുപോലെ തന്നെ നാരില്ലാത്ത മാങ്ങയായിരിക്കണം നമ്മൾ ഹൽവക്ക് വേണ്ടി എടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ നിങ്ങൾക്ക് കിട്ടിയ മാങ്ങ നാരുള്ളതാണെങ്കിൽ അരിപ്പയിലൊന്ന് അരിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. മാമ്പഴത്തിന്റെ ഹൽവ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ട. നല്ല പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ നല്ലൊരു കളറുണ്ട്, കണ്ടില്ലേ? ഒട്ടും കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക്
1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ടോട്ടൽ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മാമ്പഴം പാത്രത്തിൽ നിന്നും ഇളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം കൂടി ഒന്ന് കുറുകി വരാനുണ്ട്. ഇതിലേക്ക് ടോട്ടൽ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ഈ ഒരു സമയത്ത് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഒന്ന് കുറുകി വരട്ടെ. കുറച്ച് വെളുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. കാണാനൊരു ഭംഗിയും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് കടിക്കാനും കിട്ടും. അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മാമ്പഴ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാനിൽ നിന്നും നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഒരുമിച്ച് കൂടി വരുന്ന ആ ഒരു പരുവാണ് കറക്റ്റ് പാകം. നെയ്യൊക്കെ പുറത്തോട്ടേക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. കോരി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വീഴാൻ പാടില്ല. ഇതുപോലെ പതുക്കെ മുറിഞ്ഞു വീഴണം. അതാണ് ഹൽവയുടെ കറക്റ്റ് ടെക്സ്ചർ. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ചൂടോടെ നമുക്ക് പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം. ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പൂണിന്റെ അടിവശത്ത് നെയ്യ് തടവിയ ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ചൂടോടെ തന്നെ നമ്മൾ ഇത് ലെവൽ ചെയ്തെടുക്കണം. എന്നാലാണ് നന്നായിട്ട് സെറ്റ് ആയിട്ട് കിട്ടുക. എല്ലാ ഭാഗവും ഒരുപോലെ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് തന്നെ ഹൽവ സെറ്റായിട്ട് കിട്ടും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. നമുക്കിത് തണുത്തതിന് ശേഷം നോക്കാം. മാമ്പഴ ഹൽവ ഇവിടെ നല്ല പോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 4 മണിക്കൂറോളം വേണ്ടി വന്നു നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് പ്ലേറ്റിലേക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഹൽവ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. ഇത് കണ്ടില്ലേ? നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കണ്ടില്ല, അത്രയും നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ഹൽവ. കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ മാമ്പഴ ഹൽവയുടെ ആ ഒരു രുചിയും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു സോഫ്റ്റ് ഒക്കെ. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഈ ഒരു മാങ്ങ കടകളിലൊക്കെ ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടും. ഈ മാമ്പഴം വാങ്ങിയിട്ട് ഈ ഒരു രീതിയിൽ ഹൽവ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു ഹൽവ. മാമ്പഴം കൊണ്ടുള്ള ഈ ഒരു ഹൽവയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. നമ്മുടെ ചാനലിന് തൊട്ട് താഴെ കമന്റ് ബോക്സിനടുത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി കാണും. അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.